ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുക്കുവാണേ. ഹായ് നൂറെ സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെ ഉള്ളത് 200cc സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. കാണാമല്ലോ ഗൈസ്, ഇന്നെൻ്റെ കൂടെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 KTMൻ്റെ RC200 ആണ്. നമ്മുടെ പഴയ RC200നെ വെച്ച് കുറേയേറെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു RC200 വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്കൗട്ട് ചെയ്താലോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പെയിൻറ്റ് സ്കീം തന്നെയാണ് കാണാമല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റ് സ്കീമാണ് നമ്മുടെ ഈ ഒരു RC200 കൊണ്ടുവന്നിരിക്കുന്നത്. മോർ ലൈക്ക് ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഗ്രേ കളർ പെയിൻറ്റ് കോമ്പിനേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഗ്രേ ആൻഡ് ഒരു ബ്ലാക്ക് ഉള്ള പെയിൻറ്റ് കോമ്പിനേഷൻ കാണാൻ തന്നെ ഒരു കുട്ടി ബാറ്റ്മാൻ വൈബൊക്കെയാണ് നമുക്ക് ഈ ഒരു RC200 കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലോസി ഗ്രേ ആണെങ്കിൽ ഇവിടെ ഒരു മെയ്ഡ് കൈൻഡ് ഓഫ് പെയിൻറ്റ് ഫിനിഷാണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കും നമ്മുടെ പഴയ RC200 കണ്ടെന്ന പോലെ ഒരു സ്പ്ലിറ്റ് ടാങ്ക് സെറ്റപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു സിംഗിൾ ടാങ്കാണ്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഒരു കംപ്ലീറ്റ് മെറ്റൽ ടാങ്കും ഒരു പ്ലാസ്റ്റിക് ഒരു പോർഷനും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാണാനൊക്കെ അതിഭീകര ഭംഗിയാണ്, ഒന്നും പറയാനില്ല. പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് Gen 3 KTM ബൈക്സിൻ്റെയൊക്കെ പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം നൈസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റി നമുക്ക് ഈ KTMൻ്റെ RC200 കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ മോർ ദാൻ ഒരു RC200 ആണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കാണുന്നത്. കാണല്ലോ, ഒരു ബൾക്കിയർ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫ്രണ്ടിൽ. നമുക്ക് ആ ഒരു ഒരു സ്ട്രീം ലൈൻ പോർഷൻ പോലെയൊക്കെയാണ് ഈ ബൈക്കിൻ്റെ ഡിസൈൻ വരുന്നത്. ചെറിയ ബബിൾ വൈസറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബബിൾ സെറ്റപ്പാണ്. നമ്മുടെ ഹെൽമെറ്റിൻ്റെയൊക്കെ മുകളിലൂടെ പോകാൻ എയർ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് വൈസറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കാണാമല്ലോ, ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഹെഡിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കി കാണിച്ചു തരാം. കാണാമല്ലോ, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാം സൈഡിലായിട്ട് ഒരു DRL, ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് പോലെയൊക്കെ ഒരു DRL വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു സ്മോക്ഡ് എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന DRL. പിന്നെ ഓഫ്കോഴ്സ് പഴയ ഹാലജൻ ലൈറ്റ്സ് അല്ല, പുതുതായിട്ട് ഇതിൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ലൈറ്റ് ത്രൂ ഈ ഒരു LED ഹെഡ്ലൈറ്റ്സിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ റിയർ സൈഡിൽ നോക്കാം. റിയർ സൈഡിൽ നോക്കുമ്പോൾ അവിടെ ടെയിൽ ലൈറ്റ്സും LED തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു LED ടെയിൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോലെ LED സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ടൈം വരുന്നുണ്ട്. അല്ലാത്ത ടൈം ഇവിടെ എലിമിനേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ LED ലൈറ്റിംഗ് റിയർ സൈഡിലും കിട്ടുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ സെഷനാണ്. പിന്നെ നമ്മൾ KTMൻ്റെ റെഡി ടു റേസ് എന്ന് പറഞ്ഞ സ്റ്റിക്കറെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ബൈക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി വിസിബിൾ ആണ് കേട്ടോ റെഡി ടു റേസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് WP അപ്പെക്സിൻ്റെ ഒരു 43mm USD ഫോക്സ് ആണ് വരുന്നത്. ഇത് നമ്മുടെ KTM Duke 250യെക്കാട്ടി കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടാണ് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഈ ഒരു സസ്പെൻഷൻ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റിയർ സസ്പെൻഷന് നമ്മുടെ പഴയ KTM RC200 നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി വരുന്ന ഒരു ഗ്യാസ് ചാർജഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ ബൈക്ക് ഒന്ന് ലോവർ ആവുന്നുണ്ട്. അത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഈ ഒരു കംപ്ലീറ്റ് സസ്പെൻസ് സെറ്റപ്പ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സീറ്റ്സിലോട്ട് നോക്കാം. ഇതിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ സീറ്റ്സ് തന്നെ കേട്ടോ. പഴയ RCയുടെ സീറ്റ്സ് നിങ്ങൾക്ക് അറിയില്ല, അത്യാവശ്യം നല്ല സ്റ്റിഫറായിട്ടുള്ള സീറ്റ്സാണ്. അതിൽ നിന്ന് ഇപ്പോൾ മാറി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്, കുറച്ചുകൂടി വൈഡറാണ്. അതേപോലെ തന്നെയാണ് പില്ലിയൻ സീറ്റ്സും. കംപ്ലീറ്റ്ലി പില്ലിയൻ സീറ്റ്സ് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ പുതിയൊരു സീറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇപ്പോഴേ ഓൾമോസ്റ്റ് സിമിലർ സൈസിങ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്, പക്ഷേ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പില്ലിയനും പഴയതെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു KTMൻ്റെ RC200 പോകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബൈക്കിലോട്ടൊന്ന് കയറാം. ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്ന 825mm 24mm ആണ്. എന്തായാലും എനിക്ക് പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നില്ല കേട്ടോ. കുറച്ചൊന്ന് ടിപ്ടോ ആണ് സീറ്റ്സിൻ്റെ ഫ്രണ്ടിലോട്ടിരിക്കുമ്പോൾ. സീറ്റ്സിൻ്റെ ബാക്കിലോട്ടാകുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടിപ്ടോ ആണ്. എന്നാലും കുഴപ്പമില്ല, ബൈക്ക് അത്യാവശ്യം 160 കിലോഗ്രാമേ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളോടെ നോക്കാം. ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ സ്വിച്ച് ഗിയേഴ്സ് നോക്കാം. നമ്മൾ KTM Duke 390 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. ലൈറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഒരു സിംഗിൾ സ്വിച്ച് ആണ്. പാസ് ബ്രൈറ്റ് എല്ലാം ഇൻറ്റിഗ്രേറ്റ് സിംഗിൾ സ്വിച്ച്. ഇത് ഹസാർഡ് സ്വിച്ച്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി മീറ്റർ കൺസോൾ ടോഗിളും ചെയ്യാൻ. ഇൻഡിക്കേറ്റേഴ്സ്, താഴെ ഹോൺ, റൈറ്റ് സൈഡിൽ നമുക്കിത് കിൽ സ്വിച്ച്, താഴെ ഇഗ്നീഷൻ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ ഓൺ ചെയ്യുമ്പോൾ റെഡി ടു റേസ്. ഓക്കെ, നമ്മുടെ KTM Duke 390 കണ്ടുവന്ന സിമിലർ ആയിട്ടുള്ള സ്വിച്ച്, ഒരു മീറ്റർ കൺസോളാണ്. സൈഡ് സ്റ്റാൻഡ് അങ്ങ് എടുത്തേക്കാം. ഇവിടെയാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഒരു വലിയ സ്പീഡോമീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ ഉണ്ട്, മുകളിൽ വാർണിംഗ് സിംബൽസ്, ബാറ്ററി വോൾട്ടേജ്, സ്പീഡ്, ആവറേജ് സ്പീഡ്, ട്രിപ്പ് മീറ്റർ. പിന്നെ മെനുവിലോട്ട് കയറുമ്പോൾ
ലൈക്ക് മോട്ടോ സൈക്കിൾ. അതിൽ ABS മോഡ് നമുക്ക് റോഡ് വേണോ സൂപ്പർ മോട്ടോയിൽ നമ്മുടെ റിയർ ABS കട്ട് ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ ലൈക്ക് വെഹിക്കിൾ ഇൻഫോ ലൈക്ക് കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ റേഞ്ച്, ബാറ്ററി ഇൻഫോ, ഓഡോമീറ്റർ 2 കിലോമീറ്റർ. ഇത് ലേറ്റസ്റ്റ് ബൈക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ട്രിപ്പ് ഇൻഫോ, ട്രിപ്പ് 1, ട്രിപ്പ് 2. പിന്നെ ഇത് രണ്ടും ലൈക്ക് നാവിഗേഷനും മ്യൂസിക്കും അത് നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോഴേ അത് രണ്ടും ആക്ടിവേറ്റ് ആവുള്ളൂ. പിന്നെ ഫേവറേറ്റ്സ് ലൈക്ക് നമുക്ക് ഇൻ്റർഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ക്വിക്ക് സെലക്ട് അത് നമുക്ക് ഈ ഒരു സ്വിച്ചസ് നമുക്ക് നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. ലൈക്ക് റൈഡിങ് മോഡ്, ABS മോഡ് മാറ്റാനായിട്ടാണോ, ലൈക്ക് ബൈക്ക് ഇൻഫോ സെറ്റ് ചെയ്യാനാണോ, ലൈക്ക് കാണിച്ചു തരാം. കാണല്ലോ നാവിഗേഷൻ, ഓഡിയോ ഏതിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്വിച്ച് ഏതിലോട്ടാണ് പോകുന്നേണ്ടത്. പിന്നെ കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ്, നമുക്ക് RPM ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള, ക്ലോക്ക് ആൻഡ് ലൈറ്റ്, അതൊക്കെ തന്നെയാണ്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു മീറ്റർ കൺസോളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു മീറ്റർ കൺസോളിൽ പറയാനായിരുന്നു. പിന്നെ ലിവേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നോർമൽ ലിവേഴ്സാണ്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് അല്ല കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ KTM Duke 250 കണ്ടില്ല, അതേപോലത്തെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ക്ലച്ചാണ് നമുക്ക് ഈ ഒരു KTM RC200 കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല കേട്ടോ. വൺ ഓഫ് ദി ഡ്രോബാക്ക് അതാണ്, ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല. ഈ ഒരു ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്ററോടെ ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ഒരു സിറ്റി റൈഡിന് കംപ്ലീറ്റ്ലി ഫൺ ബൈക്കായതിന് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഫണ്ണായിട്ടുള്ളൊരു എഞ്ചിൻ കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു എഞ്ചിനെ പറ്റി പറയുമ്പോൾ ലൈക്ക് ഒരു 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ KTM RC200 കിട്ടുന്നത്. പവർ ഫിഗേഴ്സിൻ്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ ഒരു 25.8 PS പവറും ഒരു 19.5 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് സ്ലിപ്പറിൻ്റെ അസിസ്റ്റ് ക്ലച്ചൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർഡായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും ടയർ ലോക്കിംഗ് ഒന്നും കാണില്ല. പിന്നെ നമുക്ക് ഈ KTM RC200 പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ 390 കണ്ടെന്ന സിമിലർ ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഒരു 320 mm ഡിസ്ക് റൂട്ടേഴ്സാണ്, ഞാൻ കാണിച്ചു തരാം. കാണാമല്ലോ, ഒരു 320 mm ഡിസ്ക് റൂട്ടേഴ്സാണ് വരുന്നത്. ഓഫ്കോഴ്സ് ABS ഒക്കെ അവൈലബിൾ ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ്. KTMൻ്റെ ബ്രേക്കിംഗ് അറിയാമല്ലോ, അന്യായ ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് റിയർ സൈഡ് ഒരു 230 mm ഡിസ്ക് റൂട്ടേഴ്സാണ് വരുന്നത്. അവിടെ നമുക്ക് ബൈബ്രയുടെ കാലിപ്പേഴ്സ് കാണാം. ഫ്രണ്ടിലും ബൈബ്രയുടെ കാലിപ്പേഴ്സ് ആണ് കേട്ടോ. അവിടെ ഒരു 4 piston കാലിപ്പേഴ്സ് ആണെങ്കിൽ റിയർ സൈഡ് ഒരു സിംഗിൾ piston കാലിപ്പേഴ്സ് ആണ്. അത്യാവശ്യം അന്യായ ബ്രേക്കിംഗ് തന്നെ നമുക്ക് ഈ ഒരു RC200 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് ഗ്രിപ്പ്, നോട്ട് ദ ബെസ്റ്റ് ഗ്രിപ്പ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഗ്രിപ്പ് തന്നെ ഈ ഒരു MRFൻ്റെ ടയേഴ്സ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു 110 സെക്ഷൻ്റെ ടയേഴ്സും റിയർ സൈഡ് ഒരു 150 സെക്ഷൻ്റെ ടയേഴ്സുമാണ് കേട്ടോ വരുന്നത്. 150, 110 അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നത്. പിന്നെ ഒരു 17 inch അലോയ്സ് കാണാമല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് ഡ്യൂക്കിലും RCയിലൊക്കെ കണ്ട സിമിലർ അലോയ്സ് ആണ്. ഒരു 17 inch അലോയ് വീൽസ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് നോക്കുമ്പോൾ നമുക്കൊരു 13.7 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. അത്യാവശ്യം നല്ല വലിയൊരു ഫ്യൂൾ ടാങ്ക് തന്നെയാണ് നമുക്ക് ഈ RC200 കിട്ടുന്നത്. മൈലേജ് നമുക്കൊരു 35 to 45 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. 35 നമുക്കൊരു സിറ്റീസിലും ഒരു 45 വരെയൊക്കെ നമുക്ക് ഹൈവേസിലും കിട്ടുന്നുണ്ട്. ബിക്കോസ് അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ 13 liters ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂറിങ്ങിന് വേണ്ടിയൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി 200cc മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് RC200 കണക്കാക്കാം കേട്ടോ. പിന്നെ കാണാമല്ലോ, നമുക്കൊരു അണ്ടർ ബില്ലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടിങ് ആണ്. എന്തായാലും പറയുന്നതിനെക്കാട്ടി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാമല്ലോ. ചെറിയൊരു ഗ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ലോവർ RPM സൗണ്ടിൽ. ലൈക്ക് ലോവർ RPM സൗണ്ടിൽ ചെറിയൊരു ഗ്രണ്ടൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുക്കുവാണേ. ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ KTM RC200 2025 വേർഷൻ്റെ വീഡിയോ. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ബൈക്ക് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ കഴക്കൂട്ടത്ത് അവൈലബിൾ അല്ല, അത് കൊല്ലത്ത് പോയേക്കുവാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്കൊരു റൈഡ് റിവ്യൂയും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.